അല്ല, വലിയേട്ടനൊന്നും പറഞ്ഞില്ല. ഏതായാലും നീ ഒറ്റയ്ക്ക് സഫർ ചെയ്യണ്ട. വലിയേട്ടൻ ഷെയർ ഇടുവോ? അതായത് ഇപ്പൊ ചെലവാക്കുന്ന പൈസയുടെ പങ്കെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാവോ അത് ഞാനും രഘുവും വിദ്യയും കൂടെ എടുത്തോളാം. ഇപ്പൊ തൽക്കാലം നിന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. എങ്കി വലിയേട്ടൻ പറഞ്ഞ പോലെ എല്ലാം റോയൽ ആയിക്കോട്ടെ അല്ലേ? അയൽക്കാരൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? അവസരത്തിനൊത്ത് നമ്മൾ നിൽക്കണം. എല്ലാത്തിനുമേ ദേ ഒരു മനപ്ലാൻ വേണം. ആളുകൾ വന്നു കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ കരയുന്ന കാര്യത്തിലും ഒരു പ്ലാൻ വേണം. ഈ വീട്ടിലെ ആളിപ്പോ നീയാണ്. അമ്മ പോയതിൽ നിനക്ക് ശരിക്കും സങ്കടമുണ്ടെന്ന് കാണുന്നവർക്ക് തോന്നണം. അല്ലെങ്കിലും എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. രഘുവേട്ടൻ വാ. ശരി. കോള് വന്നപ്പോ തന്നെ ഞാൻ പുറപ്പെട്ടു. പ്രതാപേട്ടൻ തനിച്ചേ ഉള്ളൂ? അശ്വനും ആദിത്യനും മറ്റന്നാള് പരീക്ഷയാ. പിന്നെ ഗ്രാൻഡ് മദർ മരിച്ചു എന്ന് വെച്ച് കുട്ടികളുടെ എക്സാം മുടക്കാൻ പറ്റുമോ? പിന്നെ അച്ഛനാണെങ്കിൽ തീരെ സുഖമില്ല, 2 ദിവസമായിട്ട് കിടപ്പ. അപ്പോ അടുത്ത ബന്ധുക്കളെയൊക്കെ അറിയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ആരെയും വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. ഉദയനെ ഞാൻ വിളിച്ചിരുന്നു. ഒന്തവേയ ക്രിമേഷൻ നാളെ നടത്തിയപ്പോരെന്ന് ഒരു അഭിപ്രായം ഉണ്ടായി. ഇന്ന് ദഹിപ്പിക്കാമെന്ന് വലിയേട്ടനാണ് തീരുമാനിച്ചത്. ഉചിതമായ ഡിസിഷനാ വെല്ലുവിളിയ. വെളിയിലാരും നമുക്ക് വരാനില്ലല്ലോ. പിന്നെ എന്തിനു നമ്മൾ നാളത്തേക്ക് വെക്കണം? മൊബൈൽ മോർച്ചറി, മറ്റത് മറിച്ചത്, പാഴ്ചെലവല്ലേ? വൈകിട്ട് തന്നെ ശവദാഹം നടക്കട്ടെ. വർമ്മ സാറേ, അമ്മ തമ്പുരാട്ടി, ഞാനിപ്പോ ചോദിച്ചതുള്ള ഭാസ്കർ കുറുപ്പിന്റെ കാര്യം നമ്മള് സഹിച്ചല്ലേ പറ്റു. ഭാസ്കർ കുറുപ്പെ, നന്ദനമോള് ആ കൈ കൊണ്ട് തുള്ളി വെള്ളം കൊടുത്തു. അത് കൊടുത്ത ശേഷം ആ ജീവൻ പോയത് അതൊരാശ്വാസമായി. അമ്മയുടെ യോഗം, നന്ദനയുടെ നിയോഗം, വടക്കുന്നാഥ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നാഥ? മാവ് വെട്ടിയോ? ഒക്കെ ഭാസ്കരേട്ടനെ ഏൽപ്പിച്ചിരിക്കുക. വടക്കേ പുറത്തുള്ള മൂവാണ്ട മാവ് തനിക്കുള്ളതായിരുന്നെന്ന് അമ്മ പണ്ട് പറയുമായിരുന്നു. ഓ, ആ മാവ് തന്നെ വെട്ടി. കഷ്ടം. 5 മണിക്ക് മുമ്പ് ബോഡി എടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സന്ധ്യയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരിക്കണം. ആയിക്കോട്ടെ. അപ്പോ ഞാനൊന്ന് വിദ്യയുടെ അമ്മയൊന്ന് കണ്ടോട്ടെ. ഇന്നലെ എനിക്ക് ഒന്ന് വന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ ഭാസ്കരക്കുറിപ്പെ. ആരോടൊന്നും പറയാതെ പോയില്ലേ വർമ്മ സാറേ? ഈശ്വരാ, ആ കിടപ്പ് കാണാൻ പയ്യനിക്ക്. മഹാറാണിയായി ഈ കോവിലകമ്മാടെ നമ്പുരാട്ടിയാ. പൊട്ടെ ഭാസ്കരക്കുറിപ്പെ. അളിയാ, പാദാംബുജ പാംസു പവിത്ര Hello.
എപ്പോഴും ഇങ്ങനെ ഒരേ പിച്ചിക്കരഞ്ഞ് ശരീരം ക്ഷീണിപ്പിക്കണം എന്നില്ല വിദ്യ. പ്രധാനപ്പെട്ട ആരെങ്കിലും കടന്നു വരുമ്പോ ഒന്ന് കരയണം, പിന്നെ റെസ്റ്റ് എടുക്കണം. വീണ്ടും ആരെങ്കിലും വരുമ്പോ മതി അടുത്ത കരച്ചില്. പ്രതിഭേനെ നോക്കി പഠിക്ക്. ഉദയന്നൂര് നിനക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരേ ഒരു സപ്പോർട്ടാ ഈ കിടക്കണത്. ഈ കോലത്ത് ഇനി നിനക്ക് വേരുകളില്ല. അത് മനസ്സിലാക്കിയിട്ട കരയുന്നെങ്കിൽ നല്ലോണം കരയും. ഈശ്വര, സാറപ്പോ വന്നു? ഇങ്ങോട്ടെത്തിയതേ ഉള്ളൂ. ഞാനേ ഭാര്യയും മകളെയും ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പൊ ശരി മേന്നെ. ശരി. അതെ, മരണം നോർമലായിരുന്നല്ലോ അല്ലേ? അതെന്താ പ്രതാപേട്ട ഒരു സംശയം? ഏയ്, വെറുതെ ഒന്ന് ചോദിച്ചതാ. നന്ദനയും വിദ്യാർത്ഥിയും വന്നതിന് ശേഷമാ അമ്മ മരിച്ചത്. അവരോട് ചോദിച്ചറിയാം നോർമലായിരുന്നു എന്ന്. പരിഭവിക്കാതെ പ്രതിഭ, ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ. ദൈവമേ, എന്നാലും ഈ കോലോത്തിന്റെ ഐശ്വര്യമായിരുന്നു പോയി.
ഉദയനും അമ്മയും വന്നു. പ്രതാപനോടൊന്ന് വിവരം പറഞ്ഞേക്ക്. അമ്മായി, അമ്മായി, ഉദയ, വാ വാ അമ്മായി. വഴിയിലെല്ലാം ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. നേരത്തെ വന്നിട്ടെന്താ ഉദയ, പോകേണ്ടവര് പോയില്ലേ? ഒക്കെ പെട്ടെന്നായിരുന്നു അമ്മായി. വിദ്യയുടെ അമ്മയെ ജീവനോട് ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക്. അവസാനായിട്ട് ഒരു തുള്ളി ഗംഗാജലം ആ വായിലോട്ട് ഒറ്റിച്ചു കൊടുക്കാൻ പറ്റിയില്ല എനിക്ക്. എന്റെ കർമ്മദോഷം അല്ലാണ്ട് എന്താ പറയാ. പോട്ടെ പ്രതാപ, ഇനി വിഷമിച്ചിട്ടെന്താ? അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ ജഗൻ? ഓൾമോസ്റ്റ്. എന്നാ വാ അമ്മായി. ഉദയ വാ. എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. വരൂ അമ്മായി, ചെല്ല്. വിദ്യയും നന്ദനും ഒരേ കരച്ചില. ഞാൻ കുറെ ആശ്വസിപ്പിച്ചു. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? കൂടെ കരയാൻ പറ്റുമോ? അമ്മായിക്കറിയോ, വിദ്യരെ കണ്ണു നിറയുന്നത് കണ്ട എനിക്ക് കരച്ചിൽ വരും. ഈശ്വര, അമ്മായിക്ക് കാണണ്ടേ? എന്താ ഇത് മോളെ? കരയാതിരിക്ക, കരയല്ലേ. എന്റെ മോള് കരയാതിരിക്ക, കരയല്ലേ കുട്ടി. എന്താ ഇത് മോളെ? കരയാതിരിക്ക, കരയല്ലേ. എന്നാൽ അമ്മാവോ, ഞാൻ പിന്നെ വിളിക്കാം. വർമ്മ സാറേ, മഴ പെയ്താൽ പ്രശ്നമാവും. അതുകൊണ്ട് കർമ്മങ്ങളിലേക്ക് കടക്കുന്നതാണ് നല്ലത്. ആരെങ്കിലും വരാൻ കാത്തിരിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാനില്ല. എന്നാ ഇനി വൈകിക്കണ്ട. വായിക്കരിടാനുള്ളവർ കുളിച്ചിട്ട് വന്നോട്ടെ. ശരി. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ബോഡി ചിതയിലോട്ട് എടുക്കാൻ പോവുക. മോളെ നന്ദിനി, എന്താ ഇത്? എല്ലാവർക്കും വിഷമുണ്ട്.
എന്ന് കരുതി മരിച്ച ആളിനെങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ മുത്തശ്ശിയുടെ അടുത്ത് കുറച്ചു നേരം കൂടി ഇരിക്കണം. അമ്മായി, അമ്മയും മോളെ ഒന്ന് ശ്രദ്ധിച്ചോണേ. പാവങ്ങള് അവർക്ക് സഹിക്കാൻ പറ്റാണ്ടിരിക്കുക. അവരൊന്ന് പിടിച്ചു മാറ്റും പ്ലീസ്. ഇങ്ങനെ തിരിച്ചു വരുമോ? സമാധാനിക്കും മോളെ, സമാധാനിക്കും. ഓടിയെടുത്തോളൂ. കരയാതെ മോളെ. വല്യേട്ടാ, പടിഞ്ഞാറ്റേന്ന് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. വല്യേട്ടന് വിശക്കുന്നുണ്ടാവും. ഇല്ല. പ്രതാപേട്ടന് കഞ്ഞി കുടിക്കാലോ. കഞ്ഞി പോയിട്ട് ഒരു ഗ്ലാസ് ചായ പോലും വേണമെന്നില്ല എനിക്ക്. ഓരോന്ന് ഓർക്കുമ്പോ കണ്ണ് നിറയ. തൃപ്രയാറെന്ന് ശങ്കരമാമൻ വിളിച്ചിരുന്നു. ഓ, വല്യമ്മായി ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് ആരും വരാതിരുന്നെന്ന് പറഞ്ഞു. സഞ്ചയനത്തിനിന്ന് വരാമെന്നും പറഞ്ഞ് ആരൊക്കെയോ എന്നെയും വിളിച്ചിരുന്നു. ഓർക്കുന്നു പോലുമില്ല ആരാണെന്ന്. തലയ്ക്ക് വെളിവുണ്ടായിട്ട് വേണ്ടേ? അമ്മ മരിച്ചൂന്ന് ഇനി എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. സ്വാഭാവികം. സദാസമയവും വിദ്യയുടെ അമ്മയുടെ കൂടെ പ്രതിഭയായിരുന്നല്ലോ. അവസാനമായപ്പോ 24 മണിക്കൂറും അമ്മയ്ക്ക് ഞാനെടുത്ത് വേണമായിരുന്നു. അങ്ങനെ അമ്മ പ്രതിഭയോട് പറഞ്ഞോ? അതെന്താ വല്യേട്ടൻ അങ്ങനെ ചോദിച്ചത്? അമ്മയുടെ കണ്ണിൽ നോക്കിയാ മനസ്സിൽ എന്താന്ന് ഇവൾക്ക് മനസ്സിലാവുമായിരുന്നു. വല്യേട്ടൻ അതെങ്ങനെ മനസ്സിലാവാനാ? വല്ലപ്പോഴും വന്നാലും
അമ്മയുടെ റൂമിന്റെ വാതുക്ക വരെയല്ലേ പോയിട്ടുള്ളൂ. പ്രതിഭ അധികം വിസ്തരിക്കണ്ട. അമ്മയെല്ലാരും എത്രമാത്രം ക്യാരി ഉണ്ടെന്ന് എനിക്കറിയാം. ഛേ, എന്ത് വർത്താനാളിയത്? തർക്കിക്കാനുള്ള സമയമാണോ ഇത്? ദേ, ആ ചിതയിലെ പുക ഒന്നടങ്ങിക്കോട്ടെ, പിന്നെ സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ തർക്കിക്കാൻ. ആ അമ്മായി, അമ്മായി, വല്യളിയന് നിന്ന് കാലിന് വേദനയായി. അതുകൊണ്ട് ശകലം നേരം ഒന്ന് ഇരിക്കാൻ പറയുകയായിരുന്നു ഞാൻ. വിദ്യരമ്മ പോയതിന്റെ വേദന പങ്കുവെക്കുകയായിരുന്നു ഞങ്ങള്. ദേ, പ്രതിഭയുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. സാരമില്ല മോളെ, നമ്മുടെ എല്ലാവരുടെയും കാര്യം ഇത്രയേ ഉള്ളൂ. കറക്റ്റ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മായി. ഒരു കണക്കിന് ഭാഗ്യരതി അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. കൂടുതൽ കിടന്ന് വിഷമിപ്പിക്കാതെ ഈശ്വരൻ വിളിച്ചില്ലേ. അമ്മ എത്ര നാള് കിടന്നാലും ഞാൻ നോക്കുമായിരുന്നു അമ്മായി. എന്റെ അമ്മയെ പോലും ഞാൻ ഇതുപോലെ ശുശ്രൂഷിച്ചിട്ടില്ല. Yeah.